വേതാളം പോലെ നമ്മുടെ കൂടെ തുടരുന്നൊരു ശാപമാണ് സ്പേഴ്സ്, ടോട്ടനം ഹോട്ട്സ്പർ. അത് ഈ സൽസ ശാപം എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്കുണ്ടൊരു ശാപം, അത് സ്പേഴ്സ് ശാപമാണ്. നമ്മുടെ സമയമായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം വന്നിട്ടുണ്ടോ എന്നറിയാൻ നമുക്കിനി ഒരു കളി കൂടി കാത്തിരിക്കാനുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. അത് സ്പേഴ്സിനെതിരെ അറ്റ് ഓൾഡ് ട്രാഫോർഡാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 8 മത്സരങ്ങളിൽ സ്പേഴ്സിനായിട്ട് വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ഹോപ്പുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ അറ്റ് ഓൾഡ് ട്രാഫോർഡിൽ നടന്ന പ്രീമിയർ ലീഗിലെ 5 മത്സരങ്ങളിൽ നമ്മൾക്ക് 2 എണ്ണം ജയിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിലൊരു മത്സരം അടിപൊളിയായിട്ട് കളിച്ച് ജയിച്ചാണ് അണ്ടർ ടെൻ ഹാഗ്. പക്ഷേ ഇതേ ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ നമ്മൾ 3-0 തോൽവിയായിട്ട് വാങ്ങിയിട്ടുണ്ട് സ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന്. അതിനിടയ്ക്ക് 2-2 ഒക്കെ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടോട്ടനം ഹോട്ട്സ്പറിൽ പോയിട്ട് 2-1 പൊട്ടി, 4-3 പൊട്ടി. യൂറോപ്പ ലീഗ് മറക്കാൻ പറ്റുമോ? അത് പൊട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ടീമാണ് സ്പേഴ്സ്. നമുക്ക് എന്നൊക്കെ പണി തരാൻ പറ്റുന്നുണ്ടോ അന്നൊക്കെ പണി തരാൻ പറ്റുന്ന ഒരു ടീമാണ് ഈ സ്പേഴ്സ്. അപ്പോൾ അവർക്കെതിരാണ് നമ്മുടെ അടുത്ത മത്സരം. സോ മാച്ച് പ്രിവ്യൂ, നമുക്ക് എങ്ങനെ സ്പേഴ്സിനായിട്ട് ജയിക്കാൻ പറ്റും? ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നൊരു സംഭവമല്ല. കാരണം നമ്മൾ ചില ഫുട്ബോൾ ക്ലബ്സിനൊക്കെ, ഇപ്പോൾ സിറ്റിക്ക് ഇതറിയാം, ചില ഫുട്ബോൾ ക്ലബ്സിനൊക്കെ ചില എതിരാളികൾ വരുമ്പോൾ അല്ലെങ്കിൽ ചില ടീം എഗൻസ്റ്റ് വരുമ്പോൾ അവർ എത്ര വലിയ ഫോമിലാണെങ്കിലും ഒന്ന് പതറും. അതേപോലത്തെ പതർച്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ശാപമാണ്. അതാണ് സ്പേഴ്സ് ശാപം. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. സ്പേഴ്സിനെതിരെ നമുക്ക് ജയിക്കാനൊക്കെ പറ്റും. പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ ഭയങ്കര ഫേവറേറ്റ്സ് ആണ്, ഞങ്ങൾക്ക് ഈ കളി പുഷ്പം പോലെ ജയിക്കാമെന്ന് വെച്ചുകൊണ്ട് പിച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നൊക്കെ പണി തരും. അങ്ങനെയാണ് നമുക്ക് പൊതുവേ പണി കിട്ടിയിട്ടുള്ളത്. അതിന് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഞാൻ കാണാതിരുന്നിട്ടുള്ളൂ. അത് എപ്പോഴാണെന്ന് അറിയോ? റൊണാൾഡോ, ഹാപ്പി ബർത്ത്ഡേ ടു ദ ലെജൻഡ് മൈ ഗോഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം മൂപ്പരുടെ ബർത്ത്ഡേ ദിവസമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഹാപ്പി ബർത്ത്ഡേ ടു ഹിം. നിങ്ങളെല്ലാവരും റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കമൻറ്റ് ചെയ്യുക ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത്. എന്താ പറയുക, ഹീ ഈസ് ദ ലെജൻഡ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്. ഇപ്പോൾ നമ്മൾ ആകെ ഒരു പ്രാവശ്യം ഞാൻ അടിപൊളിയായിട്ട് ജയിച്ചത് കണ്ടിട്ടുള്ളത് റൊണാൾഡോ ഓൾഡ് ട്രാഫോർഡിൽ ഒരു ഹാട്രിക് അടിച്ചിട്ട് സ്പേഴ്സിനെ ജയിച്ചാണ്. അതിനുശേഷം ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസ് നമ്മൾ നടത്തിയത് അണ്ടർ ടെൻ ഹാഗ് 2-0 അന്റോണിയോ കോൺറ്റേൻ്റെ സ്പേഴ്സിനെ നമ്മൾ തോൽപ്പിച്ചാണ്. അതിനെനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ടെൻ ഹാഗിനെ ആരും അങ്ങനെ റേറ്റ് ചെയ്യാത്തൊരു സമയമായിരുന്നു. കഴിഞ്ഞ ഫസ്റ്റ് 2 കളിയൊക്കെ പൊട്ടുന്നു, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. കോൺടേക്കെതിരെ വരുമ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നുന്നത് സ്പേഴ്സിനായിരുന്നു കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കൊടുത്തിരുന്നു. നമ്മളൊരു അണ്ടർഡോഗ്സ് പോലെയായിരുന്നു. പക്ഷേ നമ്മൾ ഡോമിനേറ്റിംഗ് പെർഫോമൻസ് കാണിച്ചു വെച്ചു. അതിനുശേഷം നമ്മൾ എന്നൊക്കെ സ്പേഴ്സിനായിട്ട് പോയിട്ടുണ്ടോ അന്നൊക്കെ നമ്മൾ ഫേവറേറ്റ്സും സ്പേഴ്സ് അണ്ടർഡോഗ്സുമാണ്. ഈ അണ്ടർഡോഗ്സായിട്ട് എന്നൊക്കെ സ്പേഴ്സ് നമ്മളായിട്ട് മുട്ടിയിട്ടുണ്ടോ അന്നൊക്കെ നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളൂ. നമ്മൾ ഈ മാച്ചിനെ നമ്മുടെ പ്ലെയേഴ്സ് ഒരു സ്വാഭാവികമായിട്ടൊരു മാച്ച് പോലെ എടുത്തു കഴിഞ്ഞാൽ പണി എന്തായാലും കിട്ടും. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻ്റായി, വളരെ എനർജറ്റിക്കായി, വളരെ ഇൻറ്റൻസിറ്റിയോട് കൂടി കളിച്ചു കഴിഞ്ഞാൽ സുന്ദരമായി നമുക്ക് കളി ജയിക്കാൻ പറ്റും. എസ്പെഷ്യലി ഓൾഡ് ട്രാഫോർഡിലാണ് 75,000 ആൾക്കാരോട് വന്നിരുന്നിട്ട് ആർത്ത് വിളിക്കുന്നത് നമ്മുടെ പ്ലെയേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പ്ലെയേഴ്സ് മറക്കരുത്. സോ ഫസ്റ്റ് 15 മിനിറ്റ്സ് വളരെ ക്രൂഷ്യലായിരിക്കും. ഒരു ഗോൾ എന്തായാലും അടിച്ചേ പറ്റൂ. ആൻഡ് ഐ തിങ്ക് ഇൻ മൈ പ്രഡിക്ഷൻ കുനിയ അല്ലെങ്കിൽ എംബൂമോ ഇതിലേതെങ്കിലും ഒരാൾ സ്പേഴ്സിന് എന്തായാലും ഗോൾ സ്കോർ ചെയ്തിരിക്കും ഒരു 15 മിനിറ്റ്സിൽ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കളി ഈസിയായിട്ട് ജയിക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഹാഫിലോട്ട് നമ്മൾ പോകുമ്പോൾ 0-0 മാച്ചെങ്കിൽ നമ്മുടെ പ്ലെയേഴ്സ് ഫ്രജൈലാണ്, മെൻറ്റാലിറ്റി ഡ്രോപ്പ് ആവാറുണ്ട് ചില പ്ലെയേഴ്സിൻ്റെ. സ്പെഷ്യലി ഡയാലോഗ് ആണെങ്കിൽ ഐ എം റിയലി സ്കെയർഡ്. പക്ഷെ എന്നിരുന്നാലും ഐ തിങ്ക് വി വിൽ വിൻ ദിസ് മാച്ച്. ഞാൻ സ്കോർ പറയുന്നില്ല. ഇറ്റ് ക്യാൻ ബി എ സ്മാഷ് ആൻഡ് ഗ്രാബ്, ഒരു 1-0 2-1 ഒക്കെ ആവാം. അതല്ല, നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ ഡു ദ സെയിം ഡോമിനേറ്റിംഗ് പെർഫോമൻസ് എഗെയിൻസ്റ്റ് സിറ്റി കാഴ്ചവെച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനത് പറയാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻസ്റ്റ് ഫുൾഹാം നമ്മൾ കണ്ടു, നമ്മൾ വൾണറബിൾ ആണ് ചില സന്ദർഭങ്ങളിൽ. ഇപ്പോൾ മിഡ്ഫീൽഡൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ ആവുന്നു. പണ്ടത്തെ ടെൻ ഹാഗിൻ്റെ പോലത്തെ ഒരു സംഭവം ഞാൻ കണ്ടു ഫുൾഹാമിനെതിരെ. നിങ്ങൾ ആരെങ്കിലും നോട്ടീസ് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ കയറി മേയും ടോട്ടനം. കാരണം the one person I'm really scared about in Tottenham, അല്ലെങ്കിൽ two players I'm really scared about is Romero and this guy ഗാലഗർ. സ്കോർ ചെയ്യാനായിട്ട് അവിടെ സൊലാങ്കി ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഗാലഗർ ഒരു പുതിയ എനർജിയാണ് സ്പേഴ്സിന് കൊടുക്കുന്നത്. കുട്ടി റൊമേറോ അറിയാം നമുക്ക്, ഹീ ഈസ് എ ബ്രില്യൻ ഡിഫൻഡർ. പക്ഷേ കുറച്ച് എന്താ പറയുക, ഹോട്ട് ഹെഡഡ് ആണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ചോപ്പ് കാർഡ് വാങ്ങാം. അത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പറഞ്ഞുതരാം. മൈക്കിൾ ഒലിവർ ആണ് നമ്മുടെ റെഫറി ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കാർഡ്സിനൊരു പഞ്ഞും ഉണ്ടാവില്ല. നമ്മൾ മാക്സിമം സേഫായി നിൽക്കുക, അവർക്ക് കാർഡ് മേടിച്ചു കൊടുക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എസ്പെഷ്യലി കുട്ടി റൊമേറൊക്കെ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്, അയാൾക്ക് അവിടെ നിന്ന് പോകണം, ഹീസ് നോട്ട് ലൈക്കിങ് ടോട്ടനം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഹീ ഈസ് നോട്ട് ലെവൽ ഹെഡഡ്. ആ ഒരു സമയത്ത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുട്ടി റൊമേറോയ്ക്ക് വേണ്ടി ഒരു റെഡ് കാർഡൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ കളി നമ്മുടെ കയ്യിൽ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ മറിച്ച്
ഇത് ടോട്ടനാം അല്ലേ, സ്പേഴ്സ് അല്ലേ, ഈസിയായിട്ട് ജയിക്കാം, 2-0 സുഖമായിട്ട് ജയിച്ചിട്ട് പോരാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ മക്കളെ ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും റിസൾട്ട്. അപ്പോൾ ഞാൻ അതോട് പറഞ്ഞു നിർത്തുകയാണ്. ഇനി എനിക്ക് കുറച്ച് സ്റ്റാറ്റ്സ് പറയാനുണ്ട്. ഞാൻ ചുമ്മാ കണ്ടപ്പെടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കഴിഞ്ഞ 8 മത്സരങ്ങളിൽ യുണൈറ്റഡ് എങ്ങനെയാണ് പെർഫോം ചെയ്തത്, പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ യുണൈറ്റഡ് എങ്ങനെയാണ് ടോട്ടനാമായിട്ട് പെർഫോം ചെയ്തത് അറ്റ് ഹോം കേട്ടോ. 5 മത്സരങ്ങൾ ഹോം എങ്ങനെ പെർഫോം നമ്മൾ കണ്ടു. ഇനി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ലൈനപ്പ് ആയിരിക്കും. അതായത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലൈനപ്പില്ലേ, മിക്കവാറും ഇത് തന്നെയായിരിക്കും നമ്മളെ ടീം, 2 ടീംസ് നാളെ ഇറക്കാൻ പോകുന്നത്. അവരുടെ ലൈനപ്പ് ഏകദേശം സെയിം തന്നെ ആയിരിക്കും. സൊലാങ്കി അപ്പ് ഫ്രണ്ട്, അതേപോലെ തന്നെ ബിസൂമ ഗാലഗർ ആയിരിക്കും മിഡ്, ഉഡോഗി ആയിരിക്കും അവരുടെ ലെഫ്റ്റ് ബാക്ക്, ആൻഡ് ആർച്ചിഗ്രി ആയിരിക്കും അവരുടെ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നത്. അവർക്ക് വിങ് ബാക്കായിട്ട് കളിക്കുന്നവർ. പലീനിയാണ് അവരുടെ ഡിഫൻഡർ, കാരണം വാൻഡവൻ ഇഞ്ചോർഡാണ്. വാൻഡവൻ ചിലപ്പോൾ ഈ കളി കളിച്ചേക്കാം എന്നൊരു ഡൗട്ട് ഉണ്ട്, പക്ഷേ ഹോപ്പ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു ഡൗട്ടാണ് സംഭവം. മേ ബി പോസിബിലിറ്റി ഉണ്ട് കളിക്കാനുള്ളത്. വാൻഡവൻ നമുക്ക് എന്നും പണി തരുന്ന ഡിഫൻഡറാണ്, അതുകൊണ്ട് കളിക്കാതിരിക്കട്ടെ എന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ റൊമേറോ ഞാൻ പറഞ്ഞു, ഡ്രാഗോസിനായിരിക്കും അടുത്ത ഡിഫൻഡർ, വിക്കാരി ആയിരിക്കും ഗോൾ കീപ്പർ. ഈ വിക്കാരി ഭയങ്കര പുവർ ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഭയങ്കരമാണ് ഗോൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട് വിക്കാരി. അപ്പോൾ പുറത്തുനിന്നുള്ള ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ മേ ബി കുനിയൊക്കെ ഒരു ബാങ്കർ അടിക്കാനുള്ള ഒരു കളിയായിരിക്കും ഇത്. സെസ്കോയ്ക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കളിയായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവരിൽ ഇപ്പോൾ ഫോമായിട്ട് വരുന്ന പ്ലെയറാണ് സാവി സിമൻസ്. പക്ഷേ എനിക്ക് വേണം സാവി സിമൻസിന് കുറേ സ്പേസ് കൊടുത്താലാണ് അവൻ ഫോം ആവുള്ളൂ. സോ കസമിറോ കളിക്കേണ്ടി വരും, കോബി മേനു നന്നായി കളിക്കേണ്ടി വരും. മിഡ്ഫീൽഡ് അവരുടെ ബിസൂമാൻ ഗലർ വളരെ എനർജറ്റിക്കാണ് അവരുടെ മിഡ്ഫീൽഡ്. നമ്മൾ സിറ്റ് ബാക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദിസ് വിൽ ബി എൻ ഈക്വൽ ഗെയിം. ടാക്ടിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ഈക്വൽ ഗെയിം ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, അവർ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കും. പിന്നെ തോമസ് ഫ്രാങ്ക് ആണ് എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. പറയാൻ പറ്റില്ല എന്താ ചെയ്യാന്നുള്ളത്. ഇവർക്ക് തലയ്ക്ക് ഭ്രാന്തിച്ചിരിക്കുകയാണ്. നമ്മൾ സിറ്റി കയറി സെക്കൻഡ് ഹാഫ് കണ്ട പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ പെടും. പക്ഷേ എന്നാലും ഐ തിങ്ക് വി ഹാവ് ദ ടീം ടു ബീറ്റ് ദം. മാർട്ടിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. മാർട്ടിനസ് വിൽ ഹാവ് എ ബിഗ് റോൾ ടു പ്ലേ. അതുപോലെ തന്നെ മഗ്വയർ, കാരണം സൊലാങ്കി ഡിഫൻഡേഴ്സിനെ ബുള്ളി ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കറാണ്, ഭയങ്കര ടെക്നിക്കലാണ് മൂപ്പർ. അപ്പോൾ മൂപ്പർക്ക് സ്പേസ് കണ്ടെത്തി ബാക്കിൽ കൂടെ ഓടാനൊക്കെ പറ്റും. അത് മാർട്ടിനസും മഗ്വയറും 2 പേരും സോർട്ട് ചെയ്യേണ്ടി വരും. ലൂക്ക് ഷോ വിൽ ഹാവ് ടു ഡു ഈസിയർ ജോബ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ലൂക്ക് ഷോയ്ക്ക് കിട്ടാൻ പോകുന്നത് കോലമുവാനി അതേപോലെ തന്നെ ആർച്ചിഗ്രയാണ്. അവർ 2 പേരും ലൂക്ക് ഷോൻ്റെ ഒരു ക്വാളിറ്റി വെച്ചിട്ട്, ഫിറ്റ്നസ് അല്ല ക്വാളിറ്റി വെച്ചിട്ട് അവരൊരു എതിരല്ല ലൂക്ക് ഷോയ്ക്ക്. പക്ഷേ ഫുട്ബോളാണ് എന്ന് സംഭവിക്കാം. നമ്മുടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് മെഷീൻ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് ബ്രൂണോ ഫെർണാണ്ടസ് വിൽ സ്കോർ എ ഗോൾ, അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ഉണ്ടാവും ഈ കളിയിൽ. ഇതും കൂടി ഒരു അസിസ്റ്റും കൂടി ഈ ബ്രൂണോയ്ക്ക് കളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ 100 അസിസ്റ്റായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ജേഴ്സിയിൽ. സോ ഐ എം ഹോപ്പിംഗ് ഫോർ ദാറ്റ്, അത് നടക്കട്ടെ എന്നുള്ളത്. ആൻഡ് ഐ ഹോപ്പ് ഹി വിൽ ബ്രേക്ക് ദ റെക്കോർഡ്. 2 ടീമിന് സ്റ്റാർട്ടിംഗ് ലൈൻ ഞാൻ കാണിച്ചു തന്നു. മേ ബി ഇതിൽ വല്ല ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു മേ ബി ഒരു മസ്റാവി കയറി വരാം ഡയലോഗ് പറയുന്നതാണ്. അല്ലാതെ എനിക്ക് വലിയ ചേഞ്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ എന്തെങ്കിലും ചേഞ്ച് കാണാൻ താല്പര്യമുണ്ടോ? മേ ബി എംബൂമോയ്ക്ക് വരാൻ സെസ്കോ, അല്ലെങ്കിൽ കസ്റ്റമറൊക്കെ വരും ഉഗാർത്തെ. ഞാൻ പറഞ്ഞെന്നുള്ളൂ, ആരും തെറി വിളിക്കരുത്, എനിക്കറിയാം അവസ്ഥ എന്താണുള്ളത്. പക്ഷെ എന്തായാലും ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ കുനിയയ്ക്ക് പകരം അമാദോടെ കളിച്ചുകൊണ്ട് കുനിയ ബെഞ്ച് പോകുന്നു, എന്നിട്ട് എംബൂമോയും സെസ്കോ സ്ട്രൈക്കറായി കളിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ഈ മത്സരത്തിലൂടെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആയിരിക്കും ബെറ്റർ എന്നുള്ളത് തോന്നുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് നമ്മുടെ പ്രീമിയർ ലീഗ് ടേബിളോട്ടൊന്ന് പോകാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന നമ്മുടെ ഫേവറേറ്റ് ടീം ഇരിക്കുന്നത് 4th ആണ്, 41 പോയിൻറ്റോട് കൂടിയിട്ട്. അതിന് കൂടെ തന്നെ നമുക്ക് 8+8 ഗോൾ ഡിഫറൻസ് ഉണ്ട്. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ പ്രീമിയർ ലീഗ് മൊത്തം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 മത്സരങ്ങളിൽ തോൽക്കാത്ത ഒരേ ഒരു ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. സോ റൈവൽ ഫാൻസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ് മോക്ക് ചെയ്യുമ്പോൾ. ടോട്ടനം ഇരിക്കുന്നത് 14ാം സ്ഥാനത്താണ് 29 പോയിൻ്റ് ആയിട്ട്. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് വെച്ചാൽ അവർക്ക് +2 ഗോൾ ഡിഫറൻസ് ഉണ്ട്. അവർ കഴിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജയിച്ചിട്ടില്ല കളികളൊന്നും. അവർ റിലേഗേഷൻ ഫൈറ്റ് പോലെ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ. ഇനി നമുക്ക് നമ്മുടെ ഹോം റെക്കോർഡിലോട്ട് പോകാം. ഹോം റെക്കോർഡിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഫുൾഹാമിനെതിരെ മത്സരത്തിന് ശേഷം മാഞ്ചസ്റ്റർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മൾ 6th ആണുള്ളത്. നമ്മൾ ഹോം റെക്കോർഡിൽ പ്രീമിയർ ലീഗിൽ 6th ആണ് നമ്മൾ ഇരിക്കുന്നത്. എവേ റെക്കോർഡ് എടുക്കാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എങ്ങനെ ടോട്ടനം ഹോട്ട്സ്പർ നമ്മുടെ ബോഗി ടീമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആണെന്നുള്ളത്. ടോട്ടനം ഇരിക്കുന്നത് 4ാമതാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം ഇത്രയൊക്കെ നമ്മൾ ടോട്ടനമിനെ പറഞ്ഞാലും അവർ എവേ റെക്കോർഡിൽ ഇരിക്കുന്നത് 4ാം സ്ഥാനത്താണ്. അതായത് ആഴ്സണൽ, ആസ്റ്റൺ വില്ല, ചെൽസി കഴിഞ്ഞാൽ ടോട്ടനമിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് എവേ ഫ്രം ഹോം. അതാണ് ഇതിൻ്റെ ഒരു ഡേഞ്ചറും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കളി ഈസി ഒന്നും ആവില്ല. ഈസി ആക്കണമെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് വിചാരിച്ച് ഈസി ആവും, അല്ലെങ്കിൽ നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഈസി അല്ല ഈ മാച്ച്. ഇനി ലാസ്റ്റ് 5 മാച്ചസ്, ഇവിടെയാണ് ഇൻട്രസ്റ്റിംഗ് സംഭവം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർ ദ ഫസ്റ്റ്. നമ്മൾ ടേബിളിൽ 1ാമതാണ് കഴിഞ്ഞ 5 മാച്ചസിൽ. ടോട്ടനം റെലിഗേഷൻ ഫൈറ്റിലാണ്, 18ാമതാണ് ടോട്ടനം ഉള്ളത്. ദാറ്റ്സ് ആക്ച്വലി വെരി ടെറിബിൾ. ഒരു പ്രീമിയർ ലീഗ് ടോപ്പ് 6 ക്ലബ്ബ് ഒരിക്കലും 18ാം സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല, അത് ഈ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ.
ഇറ്റ്സ് സോ ബാഡ്. കഴിഞ്ഞ 5 മത്സരങ്ങളിലും ആകെ 3 പോയിൻറ്റ്സ് അവർക്കുള്ളൂ. സോ അവരുടെ ഫോം വളരെ മോശമാണ് ടോട്ടനാമിൻ്റെ. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടിയും. കാരണം നമ്മൾ ഫേവറേറ്റ്സ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാൻ എനിക്ക് പേടിയുണ്ട്. പക്ഷേ എന്നാലും ഐ ഹോപ്പ് വി വിൽ വോണ്ട് ടു വിൻ. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഗോൾസ് കൺസിഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി മോശമാണ്. നമ്മൾ വെറുതെ അന്യായമായിട്ട് കുറേ ഗോൾസ് കൺസിഡർ ചെയ്യുന്നത്. വി ഷുഡ് ഹാവ് ഓൺലി കൺസിഡർ 25 ഗോൾസ്. നമ്മൾ പക്ഷേ ഈ സമയത്ത് 30 ഗോൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ടോട്ടനാമിൻ്റെ എക്സ്ട്രീ എടുത്തു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഉള്ളത് 13th ആണ്. അഗെയിൻ ഞാൻ എക്സ്ട്രീ ഞാൻ ടോട്ടനാമിന് കണക്കാക്കുന്നില്ല, കാരണം സ്പേഴ്സ് അത്രേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ അവർ അധികം ഗോൾസ് കൺസിഡർ ചെയ്യാറില്ല. സോ അതാ പറഞ്ഞത്, എവേ ഫ്രം ഹോം ദേ ആർ ആക്ച്വലി ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിൾ കണ്ടതിന് ശരിക്കും മനസ്സിലായത് യുണൈറ്റഡിന് ജയിക്കാൻ പറ്റുമോ വെച്ചാൽ യുണൈറ്റഡ് സുഖമായിട്ട് കളി ജയിക്കാൻ പറ്റും. പക്ഷേ ടോട്ടനം ഈസിയായി കൊടുക്കില്ല. അവർക്ക് അത്രയും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിലും ഇഫ് ദേ സിറ്റ് ഡീപ്പ്, അവർ ലോ ബ്ലോക്കിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാടുപെടും. അവിടെയാണ് നിങ്ങളോട് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. ഡു യു ഗൈസ് വാണ്ട് മീ ടു ക്രിയേറ്റ് എ വീഡിയോ? അതായത് ഒരു ലോ ബ്ലോക്കിന് എങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിന്, അത് കോച്ച് ആരായിക്കോട്ടെ മാനേജർ ആരായിക്കോട്ടെ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീമിന് ഒരു ലോ ബ്ലോക്കിനെ എങ്ങനെ മുറിക്കാം, അല്ലെങ്കിൽ ലോ ബ്ലോക്കിനെതിരെ എങ്ങനെ നമുക്ക് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാനുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിലോട് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ, യുണൈറ്റഡ് ഫാൻസിന് വേണ്ടിയുള്ള ചാനലാണ്. സാധാരണ നോർമൽ ഫാൻസ് നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, കുഴപ്പമുള്ളതല്ല. പിന്നെ എനിക്ക് നിങ്ങളോടുള്ള മെയിൻ ചോദ്യം, സ്കോർ പ്രഡിക്ഷൻസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ടോട്ടനം. എന്താണ് നിങ്ങളുടെ സ്കോർ പ്രഡിക്ഷൻസ്? ആരാണ് ഈ കളി ജയിക്കാൻ പോകുന്നത്? സ്പേഴ്സ് നമ്മുടെ ഒരു ബൂഗി ടീമാണ്. സൽസ ശാപം എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് സ്പേഴ്സ് ശാപം. സോ അത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്? കഴിഞ്ഞ 8 മത്സരങ്ങൾ നമ്മൾ അവരെ തോൽപ്പിച്ചിട്ടില്ല. ക്യാൻ വി ഡു ദിസ് ടൈം? ഇത് നമ്മുടെ സമയമാണോ? കമൻറ്റ് ചെയ്യുക വിത്ത് സ്കോർ പ്രഡിക്ഷൻസ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സി യു അഗെയിൻ.